ഹലോ ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് പരിചയപ്പെടുത്തുന്നത് മ്യാൻമാറിൻ്റെ ഒരു സ്വന്തം മാങ്ങയാണ് സെൻഡലോൺ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പഴുത്തും വരുമ്പോൾ ഒരു നല്ല യെല്ലോയിഷ് കളറിലേക്ക് വരുന്നൊരു മാങ്ങയാണ് സെൻഡലോൺ. അപ്പോൾ മ്യാൻമാറാണ് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞ് തായ്ലൻഡിലും എല്ലായിടത്തും ഇപ്പോൾ അത് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ മധുരത്തിൻ്റെ കാര്യത്തിലും കായ്പിടുത്തത്തിൻ്റെ കാര്യത്തിലൊക്കെ സൂപ്പറാണ്. നമ്മളെ കാലാവസ്ഥയിൽ ഡ്രമ്മിലൊക്കെ വെച്ച് വളർത്തേണ്ടവർക്ക് പറ്റിയൊരു മാങ്ങയാണ്. കാരണം ഇതിൻ്റെ ഒരു വീഡിയോ മുന്നേ ഇട്ടിരുന്നു. എടപ്പാളിൽ ടീം വന്നപ്പോൾ അവർക്ക് കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ പഴുത്ത് അവർ കഴിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ റിവ്യൂ വേണമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞപ്പോൾ ഒരു മാങ്ങ പഴുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ സെയിൻ്റെല്ലോ അപ്പോൾ നമ്മളന്ന് നമുക്കൊരു ഗസ്റ്റ് വന്നവരെ കൊണ്ട് റിവ്യൂ ചെയ്യിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ തന്നെ കുറേ പേര് ചോദിച്ചു റസാഖന്നെ റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഞാനും കൂടെ റിവ്യൂ ചെയ്യാണ്. മധുരത്തിനൊരു സ്മെല്ലുണ്ടല്ലോ, ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് മധുരത്തിൻ്റെ സ്മെല്ല്. ആളെ മത്താക്കണ ഒരു സ്മെല്ലാണ്. കളറ്, മാങ്ങൻ്റെ കളറ് കണ്ടില്ലേ, പ്യുവർ യെല്ലോ, ഗോൾഡല്ല യെല്ലോ കളറാണ്. തേന് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് തേന്. ഒരു 27 മാക്സിമം, 25ൻ്റെ മേലൊക്കെ എന്തായാലും ഉണ്ടാവും. ജസ്റ്റ് ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എത്ര ഉണ്ട് എന്നുള്ളത്. നമ്മളിങ്ങനെ വായക്കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ തള്ളിയ അത്ര അല്ല കേട്ടോ, 24 വന്നിട്ടുള്ളത്. 24 തന്നെ മോശമൊന്നുമല്ല, അത്യാവശ്യം നമ്മൾ കഴിക്കുമ്പോൾ നമുക്കൊരു ഫീൽ, ഒരു 27ൻ്റെ ഫീലാണ്. എന്തായാലും ഒരു അടിപൊളി മധുരമുള്ള ഒരു പ്രത്യേക ഒരു ഫ്ലേവറുള്ള ഒരു മാങ്ങയാണ്. അപ്പോൾ ഇത് എന്തിൻ്റെയാണ്, ഏതിൻ്റെ ഫ്ലേവറാണ് എന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു രക്ഷയില്ലാത്തൊരു മാങ്ങയാണ് സെൻട്രലോൺ. വാങ്ങി വെച്ചോളൂ, എവിടുന്ന് കിട്ടിയാലും വാങ്ങി വെച്ചോളൂ. എൻ്റെ അടുത്ത് തൈ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബൈ. അബ്ദുറസാഖ്, തിരൂർ.